Hello guys, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇൻട്രോ എല്ലാം കണ്ണം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ട്രൈ ചെയ്ത ഒരു വെറൈറ്റി സോയാ ചങ്ക്സ് എഗ് ബുർജി റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ ആദ്യം തന്നെ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. പാൻ ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുനൂനാന്ന് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി നല്ലോണം ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഉടയുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കണം. ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് നാവ് ചത്ത് കിടക്കുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. കെറ്റിലിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ തക്കാളി നല്ലോണം ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച സോയാ ചങ്ക്സ് ഞാൻ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതേ സമയത്ത് തന്നെ ഇതിലേക്ക് തട്ടി കൊടുക്കണം. എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി ആ മസാലയെല്ലാം സോയാ ചങ്ക്സ് വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അല്പം നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മാക്സിമം ഒന്ന് 2-3 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. Let's not miss this opportunity. Leave in with me. വീട്ടിൽ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടലൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമ്മൾ പാനിൻ്റെ അടപ്പ് മാറ്റുന്ന സമയത്ത് അത് തിക്കായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ട നല്ലോണം ആ കറിയിലോട്ട് മിക്സാക്കി എടുക്കണം. കറി നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ അപ്പുറം ചപ്പാത്തിൻ്റെ അപ്പുറം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ. ഞാനിപ്പം ഇത് ചോറിൻ്റെ ഒന്നിച്ചാണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ താങ്ക് യു.